പത്രത്തിൽ വായിച്ചവരല്ലേ പടച്ചവനെ വയനാട് താമരശ്ശേരിയിൽ അടിവാരം ഭാഗത്താണ് റബ്ബേ ഒരു ചെറുപ്പക്കാരനായ പൊന്നുമോൻ ഉമ്മ വളരെ സ്നേഹത്തോടെ കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോൻ അല്ലാഹുവേ ഉമ്മയോട് പൈസ ചോദിച്ചിട്ട് അസ്സലാമു അലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോത്തിന്. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം. ഷെയറാക്കണം. സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലെ കൊണ്ടെത്തണം. ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും. പത്രത്തിൽ വായിച്ചവരല്ലേ പടച്ചവനെ വയനാട് താമരശ്ശേരിയിൽ അടിവാരം ഭാഗത്താണ് റബ്ബേ ഒരു ചെറുപ്പക്കാരനായ പൊന്നുമോൻ ഉമ്മ വളരെ സ്നേഹത്തോടെ കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോൻ അല്ലാഹുവേ ഉമ്മയോട് പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരില് ക്യാൻസർ ബ്രെയിൻ ട്യൂമർ രോഗിയായ പാവപ്പെട്ട രോഗിയായ മാതാവിന് അടുത്ത വീട്ടിൽ ചെന്നിട്ട് വെട്ടുകത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കുകയാ. സ്വന്തം ഉമ്മാനെ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പെറ്റുമ്മാനെ വെട്ടിക്കൊല്ലുന്ന മക്കളുടെ കാലമാണ് അല്ലാഹുവേ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാന് കൊടുത്ത സമ്മാനമാ. എനിക്ക് ജന്മം നൽകിയതിന്, എന്നെ പോറ്റി വളർത്തിയതിന് എന്റെ മാതാവിന് കൊടുത്ത സമ്മാനമാ. അല്ലാഹുവേ ഇന്നൊരു വീഡിയോ കണ്ട ചെറുപ്പക്കാരാ, പോലീസുകാരാ പൊന്നുമോനെ ആ ചെറുപ്പക്കാരനെ വാഹനത്തിന്റെ അകത്ത് കയറ്റിയിട്ട് സങ്കടമില്ലടോ അല്ലാഹുവേ. സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കി കൊന്നിട്ട് ഒരു കുറ്റബോധം പോലും അവന്റെ മനസ്സിനകത്തില്ലാതെ പോകുന്നു. ഇന്ന് കൊട്ടേശന്റെ കാലമാ. പേടിയില്ലടോ.